2003 ജൂൺ 29-ന് 16 വയസ്സുകാരനായ മാർക്ക് ഇംഗ്ലണ്ടിലെ ആൾട്രിഹാമിൽ നിന്ന് എമർജൻസി സർവീസുകളിലേക്ക് വിളിച്ചു. അവൻ്റെ 14 വയസ്സുകാരനായ ഉറ്റ സുഹൃത്ത് ജോൺ ഒരിടവഴിയിൽ വയറ്റിൽ 2 തവണ അടുക്കള കത്തിക്കൊണ്ട് കുത്തേറ്റ് രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. കറുത്ത ഹുഡി ധരിച്ച ഒരാൾ തങ്ങളെ ആക്രമിച്ചുവെന്നാണ് മാർക്ക് പോലീസിനോട് പറഞ്ഞത്. പിന്നീട് ബ്രിട്ടീഷ് ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ കേസുകളിലൊന്ന് അരങ്ങേറി. സാധാരണക്കാരനായ ഒരു കൗമാരക്കാരനായിരുന്നു മാർക്ക്. പെൺകുട്ടികളോട് സംസാരിക്കാൻ ലജ്ജയുള്ള കായികപ്രേമി, MSN ചാറ്റ് റൂമുകൾക്ക് അടിമ. അവിടെ വച്ചാണ് അവൻ റേച്ചൽ എന്ന സുന്ദരിയായ ബ്ലോണ്ട് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അവൾക്ക് അവനെ ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നി. അവർ രാത്രി വൈകിയുള്ള ഫ്ലർട്ടി മെസ്സേജുകളും വെബ് ക്യാം ചാറ്റുകളും കൈമാറി. എങ്കിലും റേച്ചൽ ഒരിക്കലും അവളുടെ ക്യാമറ ഓൺ ചെയ്തില്ല. റേച്ചൽ മാർക്കിനെ അവളുടെ സഹോദരൻ ജോണിന് പരിചയപ്പെടുത്തി, ഒരു 14 വയസ്സുകാരൻ ഗെയിമർ. മാർക്കും ജോണും പെട്ടെന്ന് അടുക്കുകയും യഥാർത്ഥ ജീവിതത്തിൽ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. പക്ഷെ മാർക്കിന് റേച്ചലിനോട് മാത്രമായിരുന്നു ഇഷ്ടം. അവൻ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. താനും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. പിന്നീട് ഭീഷണികൾ ആരംഭിച്ചു. കെവിൻ മക്ഗ്രഗർ എന്നൊരു ചാറ്റ് റൂം ഉപഭോക്താവ് പ്രത്യക്ഷപ്പെട്ടു. സ്വയം ഒരു സ്വവർഗാനുരാഗിയായ സ്റ്റോക്കറാണെന്ന് അവകാശപ്പെട്ടു. മാർക്ക് വെബ് ക്യാമിൽ തനിക്ക് വേണ്ടി ലൈംഗിക പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ റേച്ചലിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. റേച്ചലിനെ സംരക്ഷിക്കുകയാണെന്ന് വിശ്വസിച്ച് മാർക്ക് വഴങ്ങി. അപമാനിതനായിരുന്നെങ്കിലും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ രക്ഷിക്കുകയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അധികം വൈകാതെ കെവിൻ റേച്ചലിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുവെന്ന് അവകാശപ്പെട്ടു. മാർക്ക് തകർന്നുപോയി. എന്നാൽ പിന്നീട് ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശനം ചെയ്തു, ലിൻസെ ഈസ്റ്റ്. സ്വയം ഒരു ബ്രിട്ടീഷ് ഇൻ്റലിജൻസിലെ ജൂനിയർ സീക്രട്ട് ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചു. റേച്ചൽ സംരക്ഷണത്തിലാണെന്നും മാർക്ക് ഇപ്പോൾ ഒരു രഹസ്യ സർക്കാർ ഓപ്പറേഷന്റെ ഭാഗമാണെന്നും അവൾ മാർക്കിനോട് പറഞ്ഞു. ലിൻസെ ഓൺലൈനിൽ മാർക്കിനെ വശീകരിച്ച് പ്രണയം ഏറ്റുപറഞ്ഞു. എന്നാൽ പിന്നീട് മാർക്കിനൊരു സന്ദേശം ലഭിച്ചു. അത് തനിക്ക് കിട്ടിയെങ്കിൽ ലിൻസെ ഡ്യൂട്ടിക്കിടെ മരിച്ചുവെന്ന് അർത്ഥമാക്കുന്നു എന്നായിരുന്നു. ജോണിനെ സംരക്ഷിക്കേണ്ടത് മാർക്കിൻ്റെ കടമയാണെന്നും ജോൺ ആയിരുന്നു